സച്ചേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചേട്ടാ? നല്ല ക്ഷീണമുണ്ട്. അത് ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ ഒക്കെയാ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല ക്ഷീണം കാണുമെന്നും റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. എന്നാലും വല്ലാത്തൊരു സംഭവമായി പോയി. എല്ലാവർക്കും ഇതങ്ങനെ ഒരുമിച്ച് ഫുഡ് പോയിസൺ അടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. ഈശ്വരാധീനം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഈശ്വരാധീനം മാത്രമല്ലല്ലോ, താനും കൂടെ ഉള്ളതുകൊണ്ടാ ആർക്കൊന്നും പറ്റാഞ്ഞേ. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും താൻ പതറിപ്പോകാതെ ധൈര്യമായിട്ട് എല്ലാരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നമുക്കിടയിൽ നന്ദി പറയരുതെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. എന്റെയും എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതിന് ഒരു നന്ദി പറയാതിരിക്കാനും തോന്നുന്നില്ല. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആദരം കൂടി സഹായിച്ചിട്ടാ എല്ലാം എന്നെ കൊണ്ട് സാധിച്ചത്. ഇതിനൊക്കെ അപ്പുറം ഞാനും സച്ചേട്ടനും നമ്മുടെ കുടുംബം എല്ലാം നന്ദി പറഞ്ഞ് കടപ്പെട്ടിരിക്കേണ്ടത് മറ്റൊരാളോടാ. മൈക്കിൾ. അദ്ദേഹം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ലായിരുന്നു. ശരിക്കും മൈക്കിൾ ആരായിരിക്കും? ഒരു വഴിപോക്കൻ അല്ല. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആരാന്നും എന്താന്നും. കുറെ നല്ല ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കഷ്ടപ്പെടുമ്പോ ഒരു വഴിപോക്കനായി വന്ന് നമ്മളെ സഹായിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ആള് ദൈവം. സച്ചേട്ടാ, അഖിലാണ്ടത്തിനും ഉടയവനായ വിശുദ്ധ ദൈവം. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും സാരമില്ല. ഈ അവസരത്തിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു മരുന്നുമില്ല, ഒരു വഴിയുമില്ല. ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ നിന്ന് അപേക്ഷിച്ചാൽ എല്ലാവരെയും അവിടുന്ന് കാത്തോളും.